VS അനുസ്മരണം ഒഴിവാക്കി ദേശാഭിമാനി ഓർമ്മക്കുറിപ്പടങ്ങിയ വാരാന്തപ്പതിപ്പ് വേണ്ടെന്ന് വെച്ചു. VSന്റെ മുൻ പ്രസ് സെക്രട്ടറി KV സുധാകരൻ എഴുതിയ അനുസ്മരണ ലേഖനമാണ് ഒഴിവാക്കിയത്. സാങ്കേതിക കാരണങ്ങളാൽ വാരാന്തപ്പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വിശദീകരണം. വീണ്ടും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്ന തലക്കെട്ടിലായിരുന്നു ലേഖനം തയ്യാറാക്കിയത്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ വാരാന്ത്യപ്പതിപ്പിൽ വന്ന ഫീച്ചറാണ് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കാരണമെന്ന് ദേശാഭിമാനിയുടെ അനൌദ്യോഗിക വിശദീകരണം വരികയാണ്. പുല്ലാംപാറ നാടക ഗ്രാമത്തിലെ വിജയൻ എന്ന ആളെക്കുറിച്ചായിരുന്നു ഫീച്ചർ. റഹീസ്, മനസ്സിലാകുന്നില്ലല്ലോ, ഇപ്പോൾ ഒരു ലേഖനം അച്ചടിക്കാതിരിക്കാം, വാരാന്തപ്പതിപ്പ് തന്നെ വേണ്ട എന്ന് വെക്കേണ്ട കാര്യമില്ല, എന്താണ് ഇപ്പോൾ ആ വിശദീകരണമായി വരുന്നത്? സ്മൃതി, ഇതിനകത്തെ ദേശാഭിമാനിയിൽ നിന്ന് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് മുഴുവൻ ദേശാഭിമാനിയുടെ വാരാന്ത്യപ്പതിപ്പ് മുഴുവൻ അച്ചടിച്ച് കഴിഞ്ഞിരുന്നു. അച്ചടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കള്ളൻ വിജയൻ എന്ന പേരിൽ TC രാജേഷ് സിന്ധുവിൻ്റെ ഒരു ഫീച്ചർ, അതിൻ്റെ തലക്കെട്ട് തന്നെ അതായിരുന്നു. അങ്ങനൊരു ഫീച്ചർ വാരാന്ത്യപ്പതിപ്പിൽ ശ്രദ്ധയിൽപ്പെട്ടു. സ്വാഭാവികമായും ദേശാഭിമാനിയുടെ വാരാന്ത്യപ്പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു ഫീച്ചർ വരുമ്പോൾ അത് പിന്നീടുണ്ടാകാവുന്ന പുകിലുകൾ കണക്കിലെടുത്ത് ആ വാരാന്ത്യപ്പതിപ്പ് തന്നെ വിതരണക്കാർ പ്രേക്ഷകർക്ക് വാർത്താ വായനക്കാരുടെ മുമ്പിലേക്ക് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തു എന്നാണ് അനൗദ്യോഗികമായി ദേശാഭിമാനിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും VS അച്യുതാനന്ദന്റെ സുധാകരന്റെ ലേഖനവുമായി ബന്ധപ്പെട്ടോ ആ ലേഖനത്തിന്റെ തലക്കെട്ടോ അല്ല ഈ വാരാന്ത്യപ്പതിപ്പ് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കാരണമെന്ന് പറയുന്നു. ഈ കള്ളൻ വിജയന്റെ ഫീച്ചറിന്റെ ഉള്ളടക്കം നമ്മൾ അന്വേഷിച്ചിരുന്നു. അതായത് തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂടിന് സമീപമുള്ള പുല്ലാംപാറ എന്ന സ്ഥലത്ത് ഒരു വിജയൻ എന്ന ഒരാൾ മുമ്പ് ജീവിച്ചിരുന്നു. അദ്ദേഹം ഒന്നും കക്കാതെ തന്നെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നമ്മൾ കുട്ടികളെ കൊച്ചുകള്ള എന്നൊക്കെ വിളിക്കുന്നത് പോലെ അങ്ങനെ പേരിട്ട് വിളിച്ച് പിന്നീട് വളർന്നു വന്നപ്പോൾ അത് കള്ളൻ വിജയൻ എന്ന പേരിലായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ നാടകം വലിയ രീതിയിൽ കെട്ടിപ്പടുത്തിയ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഫീച്ചറായിരുന്നു TC രാജേഷ് സിന്ധു എഴുതിയത്. പക്ഷേ ആ ഫീച്ചറിൻ്റെ ഉള്ളടക്കത്തിനപ്പുറം അതിൻ്റെ തലക്കെട്ട് ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പ് തന്നെ പുറത്തിറക്കേണ്ടതില്ല എന്ന കാരണത്തിലെത്തി എന്നാണ് ദേശാഭിമാനിയിൽ നിന്ന്. റഹീസ്, അതായത് അച്ചടിച്ചു കഴിഞ്ഞ ശേഷം ആ തീരുമാനത്തിലേക്ക് പോയി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ഇതൊന്നും പരിശോധിക്കാനുള്ള ഒരു സംവിധാനം, വാരാന്ത്യപ്പതിപ്പിലേക്കുള്ള ലേഖനങ്ങൾ, തലക്കെട്ട്, ഇതൊക്കെ പരിശോധിച്ചിട്ടാണല്ലോ അച്ചടിക്കാൻ പോവുക. അപ്പോൾ ഈ തരത്തിൽ ഇതൊന്നും യാദൃശ്ചികമായി ആണെന്ന് കരുതാൻ കഴിയുമോ? നേരത്തെ പല ഘട്ടങ്ങളായി പത്രത്തിൽ വന്ന വാർത്തകളുണ്ട്, അതിൽ പാർട്ടി പ്രതിരോധത്തിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പുറത്തിറങ്ങിയിൽ ഒന്നുകൂടി ദേശാഭിമാനി പത്രവും പാർട്ടിയും ഒന്നുകൂടി പ്രതിരോധത്തിലാകുമായിരുന്നു. പുറത്തേക്ക് വന്നില്ല, പക്ഷേ ഈ വിവരം പുറത്തേക്ക് വരികയും ചെയ്യുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് ആദ്യ നോട്ടത്തിൽ തന്നെ കൊടുത്തുകൂടാ എന്നുള്ള ബോധ്യം കാണുന്നവർക്ക് മനസ്സിലാകുമല്ലോ. അത് പിന്നെ എങ്ങനെയാണ് അച്ചടിക്കാൻ പോയത്? അപ്പോൾ അതിന് ഉത്തരവാദികൾ ആരൊക്കെ ഉണ്ടതിൽ? സ്മൃതി, സ്വാഭാവികമായും ദേശാഭിമാനി അക്കാര്യത്തിൽ അന്വേഷിക്കേണ്ടതാണ്. അതിനകത്തെ വാരാന്ത്യപ്പതിപ്പിൽ കള്ളൻ വിജയൻ, വാരാന്ത്യപ്പതിപ്പിലല്ല ദേശാഭിമാനിയിലെ ഏതൊരു വാർത്തയിലാണെങ്കിലും അങ്ങനെ ഒരു തലക്കെട്ട് വന്നാൽ അത് പിന്നീട് പലതരത്തിലുള്ള വ്യാഖ്യാനികൾക്കും ഈ സൈബർ ഇടങ്ങളിലും പ്രചരണത്തിനും മറ്റും ഇടയാകുമെന്ന കാര്യം ഉറപ്പാണ്. എന്നു മാത്രമല്ല, ദേശാഭിമാനിയെ സംബന്ധിച്ച് ഈ വിഴിഞ്ഞം വിഷയത്തിലടക്കം പലതരത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. MV ഗോവിന്ദൻ തന്നെ അന്ന് നമ്മൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ദേശാഭിമാനിയിൽ പാർട്ടി കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ലേഖനവും തലക്കെട്ടും വന്ന്. സ്വാഭാവികമായും വാരാന്ത്യപ്പതിപ്പൊക്കെ ആകുമ്പോൾ തന്നെ അതിന് ഉത്തരവാദിത്തപ്പെട്ട, സാധാരണ ഉള്ളതിനേക്കാൾ സീനിയറായ ആളുടെ ഒരു മേൽനോട്ടവും മറ്റും ഉണ്ടാകും. അത് കാണാതെ അച്ചടിച്ചിട്ടുണ്ട്. പക്ഷേ അത് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന സമയത്താണ് ആരോ